ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തിൽ കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളും. നമുക്കാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ടും കിട്ടും. ഓരോ കുട്ടിയുടെ പ്രോഗ്രസ്സും നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. ഹലോ ടീച്ചേഴ്സ്, നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ എങ്ങനെ അസസ് ചെയ്യുന്നത്? എക്സാം ടൈമിൽ മാത്രമല്ലല്ലോ, നമ്മൾ ഡെയിലി അവരെ അസസ് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷേ ഡെയിലി പുതിയ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനും വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനും പേപ്പർ കറക്റ്റ് ചെയ്യാനും ഈസി അല്ലല്ലോ. ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടൂളാണ് ക്വിസസ്. അപ്പോൾ അസസ്മെൻറ്റ് കൂടുതൽ ഇൻട്രാക്റ്റീവും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയാൽ എങ്ങനെയിരിക്കും? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? കുട്ടികൾ എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, എവിടെയൊക്കെ നമ്മുടെ ഹെൽപ്പ് അവർക്ക് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് 2 ടൈപ്സ് ഉണ്ട്. ഫോമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും. ഫോമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ കുട്ടികളെ നമ്മൾ അസസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടായിരിക്കും, നമ്മൾ ക്വിസസ് കണ്ടക്ട് ചെയ്യും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഇവാലുവേഷനാണ്. അതിൽ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് വരും, മിഡ് ടേം എക്സാം വരും, ടേം എക്സാം വരും, ഫൈനൽ എക്സാം വരും. ഇതൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ക്വിസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ quizizz.com എന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അതിന് ഫസ്റ്റ് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക, ക്വിസസ് ഈസ് നൗ ബാക്ക്ഗ്രൗണ്ട്. അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും: ക്രിയേറ്റ്, സെർച്ച്, അപ്ലോഡ്. അതിൽ ക്രിയേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അസസ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, ഓപ്പൺ എൻഡഡ് ഉണ്ട്. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇത് മതിയാവും. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനും ഓപ്ഷൻസ് കൊടുക്കാനും ഉള്ളൊരു സ്ക്രീൻ വരും. അതിൽ ഏത് ഓപ്ഷനാണോ കറക്റ്റ് അതിന് മുകളിലൊരു ടിക്ക് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ സേവ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമും പോയിൻറ്റ്സും എല്ലാം നമുക്കതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കതിൽ ആഡ് ചെയ്യാം. പിന്നെ ഫൈനലായിട്ട് പബ്ലിഷ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ടത് സേവ് ചെയ്തിട്ട് ആ സൈഡിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികളുടെ ഡിവൈസസിൽ ഈ ഗെയിം കോഡ് എൻ്റർ ചെയ്താലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.